ശരിയായില്ല എനക്ക്. അവളങ്ങനെ പിണക്കി അയക്കരുതായിരുന്നു. ആരും പറഞ്ഞു വിട്ടൊന്നും അല്ല വിവേക്. ട്രെയിനിങ് മുടക്കരുതെന്ന് ചേച്ചി പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. അതിനാ അവള് ചാടിത്തുള്ളി ഇറങ്ങിപ്പോയത്. കാര്യം എന്തായാലും നിങ്ങൾ 5 പേരും തമ്മിൽ പിണങ്ങരുത് എനക്ക്. നിങ്ങളുടെ ഒത്തൊരുമ കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിണങ്ങി കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാകരുത് നിങ്ങളുടെ ജീവിതം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വേദന അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഒരു വല്ലാത്ത നീറ്റിൽ അതിന്. ഇപ്പോ ആതിര അനുഭവിക്കുന്നതും അതായിരിക്കും. ഇതൊരു ചെറിയ പിണക്കല്ലേ വിവേക്, അതൊക്കെ മാറും. മാറിയാ നല്ലത്. അകലാ നിമിഷ നേരം മതി, പിന്നെ അടുക്കാനാ പാട്. നീയും കൂടെ ആതിരെ കുറ്റപ്പെടുത്തിയപ്പോ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നിക്കാണോ അവൾക്ക്? പോലീസിൽ ജോലി കിട്ടണമെന്ന ആഗ്രഹം ആരാധിക്കായിരുന്നു. ഇവക്ക് ട്രെയിനിങ്ങിലൊന്നും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ടാ ഈ വാശി. ചെറുപ്പം മുതലേ അവൾ ഇങ്ങനെയാ. നിസ്സാര കാര്യത്തിന് പിണങ്ങും, അതുപോലെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? ഞാൻ സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് വരാം. ഇപ്പൊ ട്രെയിൻ പോയിട്ടുണ്ടാവില്ലേ? നോക്കാം. സ്റ്റേഷൻ വരെ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. ചെറിയ പിണക്കമായ പോലും മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. അവളുടെ മാത്രമല്ല, ചേച്ചിയുടെ. അത് നമുക്ക് മാറ്റിയെടുക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. പിണക്കി വിടരുതെന്ന നിർബന്ധമായിരുന്നു വിവേകിന്. എനിക്കും വഴക്കിട്ട് പോണോന്നില്ലായിരുന്നു. എല്ലാവർക്കും സങ്കടമാവുമല്ലോ എന്ന് അപ്പോഴാ വിചാരിച്ചത്. ട്രെയിൻ വന്നാലും ചിലപ്പോൾ ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ വാശി പിടിച്ച് പോയിട്ട് എങ്ങനെയാ തിരിച്ചു വരുന്നതെന്നൊരു വിചാരമായിരുന്നു. അപ്പോഴാ അനഘേച്ചിയും വിവേകേട്ടനും വന്നത്. ഒരുപാട് കാര്യങ്ങളാ ചേച്ചിയുടെ മനസ്സില്. ഓരോ കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ ഉണ്ടാവുന്ന പേടി ഒരു വശത്ത്, വൈരാഗ്യം കൊണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ശത്രുക്കൾ വേറൊരു വശത്ത്. ഒന്നും ആരെ അറിയിക്കാറില്ല ഞാൻ. അറിയിച്ച് ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിക്കും. അതിനിടയില ഇത്തരം പിണക്കങ്ങളൊക്കെ. എന്തോ ചേച്ചി? ഒന്നുമില്ല. ആരൊക്കെ തോൽപ്പിക്കാൻ ഇറങ്ങിയാലും തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ അമൃതേച്ചിക്ക്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിച്ചോണ്ട് നടക്കും ഞാൻ നിങ്ങളെ. പക്ഷേ അതിനിടയിൽ നമ്മൾ തമ്മിലൊരു പിണക്കം ഉണ്ടായ എല്ലാം തകരും. ആ ഓർമ്മ വേണം എപ്പോഴും. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താ ചേച്ചി സംഭവം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. എന്തായാലും എന്റെ കുട്ടി തിരിച്ചു വന്നല്ലോ. എന്റെ കാര്യത്തില് ഈശ്വരൻ എപ്പോഴും ഇങ്ങനെയാ, കുന്നോളം സങ്കടം തരും. എന്നിട്ടത് മറക്കാൻ മനസ്സ് നിറയെ സന്തോഷവും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.